ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി ജനാബ് MC അഹമ്മദ് കുട്ടി മാസ്റ്റർ അവരുടെ, ബഹുമാനിയായ എൻ്റെ സഹപ്രവർത്തകന്മാർ ജനാബ് PS സലാം, അസ്കർ ഫറൂഖ്, PP സഫറുള്ള, നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് ജനാബ് OP കുഞ്ഞാപ്പു ഹാജി, പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹപ്രവർത്തകന്മാരെ, അസ്സലാമു അലൈക്കും. നമ്മുടെ നാട്ടിൽ പല രാഷ്ട്രീയ പാർട്ടികളുടെയും ഓഫീസുകൾ പൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് മുസ്ലിം ലീഗിൻ്റെ പുതിയ ഓഫീസുകൾ നാടാകെ തുറന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മർഹൂം സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിൽ സൗത്ത് തൃപ്പലച്ചി മുസ്ലിം ലീഗ് കമ്മിറ്റി നിർമ്മിച്ചിട്ടുള്ള ഓഫീസിൻ്റെ ഉദ്ഘാടന കർമ്മം അഭിനന്ദനായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അവർ നിർവഹിക്കുകയുണ്ടായി. ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ഈ ഓഫീസ് ഈ പ്രദേശത്തെ മുഴുവൻ വികസന കാര്യങ്ങളും വിദ്യാഭ്യാസ കാര്യങ്ങളും എല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാംസ്കാരിക കേന്ദ്രമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ ഓഫ് ക്യാമ്പസ് മലപ്പുറത്ത് നഷ്ടപ്പെടുത്തരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന സമരത്തിന്റെ സന്ദേശവുമായി നമ്മുടെ ജില്ലയിൽ പര്യടനം നടത്തി ഇവിടെ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട PS സലാം ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ സംസാരിക്കാനുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നീട്ടുന്നില്ല. നാളെ മലപ്പുറം കലക്ടറേറ്റ് മുമ്പിൽ നടക്കുന്ന സമരത്തിൽ പുൽപ്പറ്റ പഞ്ചായത്തിലെ മുഴുവൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരും അനുഭാവികളും പങ്കെടുക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അലിഗഡ് സമരനായകനുമായ PA സലാം സാഹിബിന് ആരാർപ്പണം. പതിനേഴാം വാർഡ് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിക്ക് വേണ്ടി ഹാരാർപ്പണമാണ് ആദ്യമായിട്ട്. നൗഷാദ് ഹാരാർപ്പണം നടത്തുന്നത് നൗഷാദാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ ഉപ്പ് ശേഖരണം നടത്തിയ നിവേദനം ബഹുമാന്യനായ ജില്ലാ യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് ഇവിടെ ഏറ്റുവാങ്ങുന്നു. ആദ്യമായിട്ട് 3-ാം വാർഡ് യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് അബൂബക്കർ നിവേദനം സമർപ്പിക്കുന്നു. അടുത്തതായിട്ട് 16-ാം വാർഡ് പഞ്ചായത്ത് യൂത്ത് ലീഗിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ ഫസൽ ഒളമദിൻ. 17-ാം വാർഡ് കമ്മിറ്റി വേണ്ടി പഞ്ചായത്ത് യൂത്ത് ലീഗിന്റെ സെക്രട്ടറി ജബ്ബാർ. 18-ാം വാർഡ് കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് നൗഷർ. PS സലാം സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. അസ്സലാമു അലൈക്കും.